Hello, dear aspirants. Welcome to Eminent IAS YouTube channel. Today, we are having very important discussion for our UPSC Current Affairs program for 2026 and 2027. So, starting today with the news of one very important international relation of June 8th. June 8th, 2026 ഹിന്ദു ന്യൂസ് പേപ്പറിൽ ഉണ്ടായിരുന്ന ഒരു ആർട്ടിക്കിളാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. That is with respect to India's relationship with Indonesia. I'm using this word bilateral relationship. What do you mean by bilateral relationship? India is having relationship with another single member country. That is by two countries. So India is having രണ്ട് പേരുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് നമ്മൾ ബൈലാറ്ററൽ എന്ന രീതിയിൽ വിളിക്കും. ആസ് പാർട്ട് ഓഫ് ദാറ്റ് വി ക്യാൻ സി ദ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ എസ് ജയശങ്കർ അദ്ദേഹത്തിന്റെ ഇന്തോനേഷ്യൻ ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്ന സുഗിയോണുമായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് സുഗിയോണ. ഓക്കെ, സോ യു ക്യാൻ സിംപ്ലി റീഡ് ഇറ്റ് ഹിയർ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഇത് ഒരു 8th ഇന്ത്യ ഇന്തോനേഷ്യ ജോയിന്റ് കമ്മീഷൻ മീറ്റിംഗ് ആണ് നടന്നിട്ടുണ്ടായിരുന്നത്. സോ വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദിസ് പെർട്ടിക്കുലർ ന്യൂസ് ഫോർ യുവർ UPSC എക്സാമിനേഷൻ? And we'll be also decoding this for the prelims, and we'll be discussing in depth for mains, and we'll be also practicing MCQs. And today's session will be providing one very important mains question as well from this particular topic. Okay. So starting with our discussion, first of all, we can decode the news. നമ്മൾ ഇന്ന് ന്യൂസ് ഒന്ന് എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്ന എസ് ജയശങ്കർ അദ്ദേഹം ഇന്തോനേഷ്യൻ ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്ന സുഗിയാനയെ മീറ്റ് ചെയ്യുന്നുണ്ട് in ന്യൂഡൽഹി വെച്ചിട്ടാണ് കാണുന്നത്. And the most important point is that this meeting is the 8th India-Indonesia Joint Commission meeting held after a gap of 4 years. So after a gap of 4 years, we are having another meeting with a Southeast Asian country, that is Indonesia. അപ്പൊ ഇന്തോനേഷ്യയുടെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ്? എന്തിനാണ് ഇവർ മീറ്റ് ചെയ്യുന്നത്? സോ സ്വാഭാവികമായിട്ടും രണ്ട് രാജ്യങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യുമ്പോൾ ഡിപ്ലോമാറ്റിക്കലി വാട്ട് വി ക്യാൻ സി ഒരു ഫുൾ സ്പെക്ട്രം ഓഫ് ബൈലാറ്ററൽ റിവ്യൂ ഉണ്ട്. ഫുൾ സ്പെക്ട്രം ഇൻ ദ സെൻസ് ഓൾ റൗണ്ട് ആണ് ഉദ്ദേശിക്കുന്നത്. ഡിഫൻസ്, സെക്യൂരിറ്റി, മാരിടൈം, ട്രേഡ്, ഇൻവെസ്റ്റ്മെന്റ്, ഫാർമ, ഡിജിറ്റൽ, എനർജി, സ്പേസ്, എഡ്യൂക്കേഷൻ, കോൺസുലർ ആൻഡ് കൾച്ചറൽ ഡൊമൈൻസ്. മീനിങ് ഒരു 360-degree റിലേഷൻഷിപ്പ് ആണ് ഇവിടെ വരുന്നത്. And both sides affirmed coordination regional and multilateral forum. And Indonesian president, he was actually the chief guest of India's Republic Day of 2025. അപ്പോ ഈ റിപ്പബ്ലിക് ഡേയുടെ ഭാഗമായിട്ട് 2025 ഇന്ത്യയുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്ന ആളാണ് ആര്? ഇന്തോനേഷ്യൻ പ്രസിഡന്റ്, ദാറ്റ് ഈസ് പ്രബോവോ സുബിയാന്തോ. ഓക്കെ, അപ്പൊ ഈ ഒരു പേര് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നാകും. അപ്പൊ അദ്ദേഹം 2025 വന്നു. 2026 അതിന്റെ കണ്ടിന്യൂഷൻ പ്രോഗ്രാം ആയിട്ടാണ് 8th ഇന്ത്യ-ഇന്തോനേഷ്യ ജോയിന്റ് കമ്മീഷൻ മീറ്റിംഗ് ഫോറിൻ മിനിസ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ നടത്തുന്നത്. ആൻഡ് PM മോഡിസ് റെസിപ്രോക്കൽ വിസിറ്റ് ടു ഇന്തോനേഷ്യ ഇസ് എക്സ്പെക്ടഡ് ഇൻ കമ്മിങ് വീക്സ്. അതായത് നരേന്ദ്രമോദി അദ്ദേഹം അങ്ങോട്ട് പോവുകയും ചെയ്യാനുള്ള സ്കോപ്പ് വളരെ കൂടുതലാണ്. ഓൺ ദിസ് ബേസിക്സ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് ന്യൂസ്. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഐഡിയ. അപ്പൊ ഇങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് ടോക്ക് നടക്കുന്നുണ്ട്. So what is this Indonesia is all about, and why we are having this particular relationship with Indonesia? ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഡിസ്കഷന്റെ ഭാഗമായിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാനോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫർദർ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഡോണ്ട് ഫോർഗെറ്റ് ടു ജോയിൻ അവർ ടെലിഗ്രാം ചാനൽ, ദാറ്റ് ഈസ് എമിനന്റ് IAS കേരള. നിങ്ങൾക്ക് ഇതിൽ പ്രധാനപ്പെട്ട മെയിൻ ഡീപ് ഡൈവ് അല്ലാതെയുള്ള ചില കറണ്ട് അഫയേഴ്സിന്റെ സ്നിപ്പറ്റ്സും ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ അതൊന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, നൗ മൂവിങ് ഫോർവേഡ്, നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഡീകോഡ് ഫോർ പ്രിലിംസ്, അല്ലെ? ഇതാണ് നമ്മൾ സാധാരണ ചെയ്യുന്ന രീതി. അപ്പൊ നമ്മൾ ഡീകോഡ് ഫോർ പ്രിലിംസിൽ ആദ്യം തന്നെ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്തോനേഷ്യയുടെ ഫിസിയോഗ്രഫി മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ പറയുന്ന ഏറ്റവും കോർ ആയിട്ടുള്ള ചില പോയിന്റുകളാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. ഓരോന്ന് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതാനുള്ള സമയം തരാം. ഓക്കെ, ഒന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇന്തോനേഷ്യ എന്ന് പറയുന്നത് is a world's largest archipelago. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഹാവിംഗ് മോർ ദാൻ 17,000 ഐലൻഡ്സ് വിത്തിൻ ഇറ്റ്, ആൻഡ് ദസ് ഈസ് എ കൺട്രി. അങ്ങനെയുള്ള ഒരു കൺട്രിയാണ് ആർക്കിപ്പിലാഗോ. അങ്ങനെ ഐലൻഡ് ബേസ് ചെയ്തിരിക്കുന്ന ഒരു കൺട്രിയാണ് ഈ ഇന്തോനേഷ്യ എന്ന് പറയുന്നത്. അപ്പൊ ഇന്തോനേഷ്യയുടെ മാപ്പ് നിങ്ങൾക്ക് ഇവിടെ എടുത്ത് നോക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് ഇതിന്റെ സ്ട്രെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഒരു ഭാഗം വരേക്കും ഇതിന്റെ സ്ട്രെച്ച് എത്തുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഒന്നാമത്തെ പോയിന്റ് ആർക്കിപ്പിലോഗാണ് വിത്ത് 17,000 ഐലൻഡ്സ്. ഇറ്റ്സ് വേൾഡ്സ് ലാർജസ്റ്റ് ആർക്കിപ്പിലോഗോ കൺട്രി.
രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പാനിങ് ഫ്രം ഇന്തോനേഷ്യ ഇൻ വൺ സൈഡ് ആൻഡ് ഇൻ അനദർ സൈഡ് യു ക്യാൻ സീ ദ പസഫിക് ഓഷ്യൻ. സോ ഫ്രം ഇന്തോനേഷ്യൻ ടു പസഫിക് ഓഷ്യൻ, ദാറ്റ് ഈസ് അനദർ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. മൂന്നാമത്തെ പോയിന്റ് ഇറ്റ്സ് ലൈസ് ബിറ്റ്വീൻ ബോത്ത് ഏഷ്യ ആൻഡ് ഓസ്ട്രേലിയ. താഴ്ഭാഗത്ത് നിങ്ങൾക്ക് ഓസ്ട്രേലിയൻ കോണ്ടിനെന്റ് കാണാൻ പറ്റും, മുകൾ ഭാഗത്ത് ഏഷ്യൻ കോണ്ടിനെന്റിന്റെ ഭാഗമായിട്ടാണ് ഇന്തോനേഷ്യ വരുന്നത്. ഇത്രയും കാര്യങ്ങൾ ബേസിക്കലി ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഈ പോയിന്റ്സ് ഒന്ന് എഴുതി വെക്കും. മേക്ക് ഇറ്റ് ഫാസ്റ്റർ കമോൺ. ഇവിടെ when I say ഏഷ്യ ടു ഓസ്ട്രേലിയ, ജസ്റ്റ് നോട്ട് ദിസ്, ജിയോളജിക്കലാണ് നമ്മളിത് പറയുന്നത്, ജോഗ്രഫിക്കലി അല്ല. ജോഗ്രഫിക്കലി ഈസ് പാർട്ട് ഓഫ് ഏഷ്യ. ജിയോളജിക്കലി ഭൂമിശാസ്ത്രപരമായിട്ട് നമ്മൾ ഓരോ മൗണ്ടൻ റേഞ്ചസും കാര്യങ്ങളൊക്കെ എടുത്ത് പറയുന്ന സമയത്ത് ഏഷ്യയിലും ഉണ്ട് ഓസ്ട്രേലിയയിലും ഇതിന്റെ സ്ട്രെച്ച് സ്പാൻ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ബേസിക്കലി മനസ്സിലാക്കി വെക്കുക. അനദർ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്, റീസെന്റ് നിങ്ങൾ ഫിലിപ്പൈൻസിലും ഇന്തോനേഷ്യയിലും ജപ്പാന്റെ ഭാഗത്തൊക്കെ സുനാമി പ്ലസ് എർത്ത് ക്വേക്ക് കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, ഈസ് വൺ ഓഫ് ദി വേൾഡ്സ് വെരി പവർഫുൾ വോൾക്കാനിക് ബെൽറ്റ്. വോൾക്കാനിക് ഐലൻഡ്സ്, വോൾക്കാനിക് മൗണ്ടൻസ് ഉള്ള ഒരു പ്രധാനപ്പെട്ട റീജിയൻ ആണ് വരുന്നത്. ഹാവിംഗ് സർട്ടൻ വെരി ഇമ്പോർട്ടന്റ് മൗണ്ടൻസ് ലൈക്ക് മൗണ്ട്, ഐ എം ജസ്റ്റ് റൈറ്റിംഗ് MT ഫോർ മൗണ്ട് മെറാപ്പി. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, മൗണ്ട് മെറാപ്പി, മൗണ്ട് ബ്രോമോ. Then we are having the very famous Krakatoa Mountains. All these are very significant volcanic mountains exist in Indonesian region. Okay. അതായത് ഏകദേശം 120 പ്ലസ്, ഐ എം ജസ്റ്റ് റൈറ്റിംഗ് ഓവർ ഹിയർ, 120 പ്ലസ് ആക്റ്റീവ് വോൾക്കാനോ മൗണ്ടൻസ് ഉള്ള അല്ലെങ്കിൽ റീജിയൻസ് ഉള്ള സ്ഥലമാണ് ഇന്തോനേഷ്യ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത് മിസ് ഔട്ട് ആക്കരുത്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇസ് പസഫിക് റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്ന ഒരു ടെർമിനോളജി ഉണ്ട്. പസഫിക് റിംഗ് ഓഫ് ഫയർ മീനിങ് വോൾക്കാനിക് ആയിട്ടുള്ള നെറ്റ്വർക്കിനെ വിളിക്കുന്ന പേരാണ്. അതിന്റെ ഭാഗമാണ് ഇന്തോനേഷ്യ. അപ്പൊ ഈ ഒരു സെൻസിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ടെക്ടോണിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനത്തെ ടേംസ് ഒക്കെ പഠിച്ചു പോവുക. ടെക്ടോണിക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എർത്ത് ക്വേക്ക് പ്രോൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ആ രീതിയിൽ ഒന്ന് മനസ്സിലാക്കി വെക്കണം. ടെക്ടോണിക് ആയിട്ടുള്ള വളരെ പ്രോൺ ആയിട്ടുള്ള ഒരു റീജിയൻ ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രീക്വന്റ് ആയിട്ടുള്ള എർത്ത് ക്വേക്ക്, വോൾക്കാനോ, സുനാമി, മൗണ്ടൻ ബിൽഡിംഗ് ആസ് വെൽ ഇവിടെ നടക്കുന്ന ഒരു രീതി ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് കേട്ടോ. ദെൻ നമുക്ക് ഇതിൽ തന്നെ ചില കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ജാവ ഉണ്ട്. ജാവ, യു ആർ വെരി ഫെമിലിയർ വിത്ത് ദ വേർഡ് ജാവ അല്ലെ. ജാവ നമ്മൾ കോഡിങ്ങിലും അതേപോലെ വി ആർ വെരി ഫെമിലിയർ വിത്ത് ദ മൂവി പ്രേമം, അതിലുണ്ട് ജാവ. അതില് ഈ ഇത് സുണ്ടൈലൻഡ് ആണ്. ഓക്കെ, യു ക്യാൻ ജസ്റ്റ് ടേക്ക് ദിസ് മച്ച്. ഓക്കെ, ജാവ. അപ്പൊ ഈ ജാവ എന്ന് പറയുന്നത് വളരെ ഫേമസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ബാലി കാണാൻ വേണ്ടി പറ്റും. ആൻഡ് ദിസ് ജാവ ഈസ് വെരി ഫേമസ് ഫോർ ദിസ് വേൾഡ്, ദ മോസ്റ്റ് പോപ്പുലേറ്റഡ് സിറ്റി ഓഫ് ദിസ് പെർട്ടിക്കുലർ റീജിയൻ. ഓക്കെ, ജാവയാണ് മോസ്റ്റ് പോപ്പുലേറ്റഡ്. And here you can see the Java Sea also. Okay. ഇങ്ങനെ ഒരുപാട് ഐലൻഡുകൾ കൂടി ചേർന്ന ലൊക്കേഷൻ ആണ് എന്നുള്ളതാണ് നിങ്ങൾ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്. വൺസ് അഗൈൻ ഇവിടെ നിങ്ങൾക്ക് ജോഗ്രഫിക്കലി നോക്കുന്ന സമയത്ത് യു ആർ ഹാവിംഗ് സുമാത്ര ഐലൻഡ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ജാവ, ദെൻ സുണ്ട ഐലൻഡ്, ദെൻ ഈസ്റ്റ് തിമോർ, ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേരാണ് കേട്ടോ. ദെൻ ഓൾ ദീസ് ഐലൻഡ്സ്, ടോട്ടലി 17,000 പ്ലസ് ഐലൻഡ്സ് എല്ലാം കൂടി ചേർന്നതാണ് നമ്മുടെ ദ ഫിസിക്കൽ ജോഗ്രഫി ഓഫ് ഇന്തോനേഷ്യ. ഇത്രയും കാര്യങ്ങൾ ബേസിക്കലി ഒന്ന് അറിഞ്ഞിരിക്കാം. ഓക്കെ, നൗ ആഫ്റ്റർ ദിസ് വി ആർ മൂവിങ് ടു ദ പൊളിറ്റിക്കൽ മാപ്പ്. ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. പൊളിറ്റിക്കൽ മാപ്പ് നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് യു ക്യാൻ സീ ലൈക്ക് ദ സ്ട്രൈറ്റ് ഓഫ് മലാക്ക ഈസ് പാസിംഗ് ബിറ്റ്വീൻ മലേഷ്യ ആൻഡ് ഇന്തോനേഷ്യ. ദിസ് ഈസ് ഇന്തോനേഷ്യ, റൈറ്റ്? യെസ്, ഇവിടെ നമുക്ക് ഇന്തോനേഷ്യയുടെ ഐലൻഡ് വരുന്നുണ്ട്. ആൻഡ് ഹിയർ യു ക്യാൻ സീ മലേഷ്യ.
In between, you are having the Strait of Malacca, one of the very important and significant passage in the world. ഓക്കെ, അങ്ങനത്തെ സ്ട്രേറ്റ് ആണ് സ്ട്രേറ്റ് ഓഫ് മലാക്ക. ഒരുപാട് ട്രേഡ് നടക്കുന്ന ഒരു ടെറിട്ടറി ആണ്. അതുകൊണ്ട് തന്നെ ഈ റീജിയൻ പ്രൊട്ടക്ട് ചെയ്യൽ ഈസ് വെരി ക്രൂഷ്യൽ. ലൈക്ക് ആസ് യു ലൈക്ക് നിങ്ങൾക്ക് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് നിങ്ങൾ പഠിക്കുന്ന പോലെ തന്നെയാണ് സ്ട്രേറ്റ് ഓഫ് മലാക്ക എന്ന് പറയുന്നത്. അപ്പൊ അത് വളരെ സിഗ്നിഫിക്കന്റ് ആണ് എന്നുള്ള കാര്യമാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് സുമാത്ര എന്നുള്ള ഒരു പേര് കാണേണ്ടി പറ്റും. ജസ്റ്റ് നോട്ട് ദാറ്റ്. ജക്കാർത്ത, ജാവ ഐലൻഡിലാണ് ജക്കാർത്ത വരുന്നത്. ഫൈൻ. പിന്നെ ബാക്കിയുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്. സം റീജിയൻസ് ഇവിടെ ബോർഡറും കാര്യങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ടെങ്കിൽ നമുക്കത് കൂടുതൽ ഇപ്പൊ നോക്കേണ്ടതില്ല. ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ ഒന്ന് ബേസിക്കലി ഒന്ന് അറിഞ്ഞിരിക്കാനും ശ്രമിക്കാം. അത്രക്കും സ്പാൻ ചെയ്ത് കിടക്കുന്ന ഒരു ഐലൻഡ് നേഷൻ ആണ് ഇന്തോനേഷ്യ എന്നുള്ളതാണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഓക്കെ, നൗ ആഫ്റ്റർ ദിസ് വി ആർ ജമ്പിങ് ടു എന്തൊക്കെയാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. ഓൾറെഡി നമ്മൾ അതിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു. എന്നിരുന്നാൽ പോലും ഒരു ക്വിക്ക് അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഭാഗമായിട്ട് വി ക്യാൻ ഓൾസോ ഗോ ഫോർ എ സ്പീഡ് ലേണിംഗ്. ഒന്ന്, ക്യാപിറ്റൽ ഓഫ് ഇന്തോനേഷ്യ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ജക്കാർത്ത. ഓക്കെ, അത് നുസാന്തറയിലോട്ട് മാറ്റുന്നുണ്ട്. ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ബിൽറ്റ് ഇൻ കാളിമന്ദൻ, ദാറ്റ്സ് ഇൻ ബോർണിയോ ഐലൻഡ്. നമ്മൾ ബോർണിയോ എന്ന് പറയുന്ന ഐലൻഡിലോട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മാപ്പിലോട്ട് ഒന്നുകൂടെ പോകാം. ഒന്ന് ശ്രദ്ധിക്കണേ. ബോർണിയോ എന്ന് പറയുന്ന ഒരു ഐലൻഡ് വരുന്നുണ്ട്. ഇവിടെയാണ് ഇപ്പൊ നിലവിലുള്ളത്. അതിൽ നിന്നും ബോർണിയോയിലോട്ട് ഈ ഒരു ഐലൻഡ് മാറ്റുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, സോ ബോർണിയോ ഐലൻഡ് ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടന്റ് കാര്യം. ഇവിടെ കാളിമന്ത് എന്നുള്ളൊരു പേര് കേട്ടില്ലേ? ഇത് ഉൾപ്പെടുന്ന ഈ റീജിയൻ ആണ് നമ്മളുടെ ബോർണിയോ ഐലൻഡ്. അപ്പൊ മുമ്പ് ക്യാപിറ്റൽ ഉണ്ടായിരുന്നത് ജാവ ഐലൻഡിലായിരുന്നു. അപ്പൊ ജാവ ഐലൻഡിൽ നിന്നും ഇനി ക്യാപിറ്റൽ മാറ്റുന്നത് ബോർണിയോ ഐലൻഡിലോട്ടാണ്. ഈ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് എന്ത് ചെയ്യുക, ഒന്നും ഉണ്ടാക്കിയെടുക്കുക. ഓക്കെ, സോ ബാക്ക് ടു അവർ ഡിസ്കഷൻ ഫോർ പ്രിലിംസ്. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞത് ക്യാപിറ്റൽ ഓഫ് ഇന്തോനേഷ്യ ജക്കാർത്തയിലാണ്. അത് അവിടെ നിന്നും നുസന്തറയിലോട്ട് മാറ്റുന്നുണ്ട്. ദാറ്റ് ഈസ് ഇൻ ദ കാളിമന്ദൻ റീജിയൻ ഓഫ് ബോർണിയോ ഐലൻഡ്. ഇത് ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട പുതിയ പോയിന്റ്. ഇനി ഇന്തോനേഷ്യ ജോഗ്രഫി എടുത്ത് നോക്കുന്ന സമയത്ത് ആർക്കിപ്പിലാഗോ നേഷൻ ആണെന്ന് പറഞ്ഞു. 17,000-ലേറെ വരുന്ന ഐലൻഡുകളുണ്ട്. ഇന്ത്യ പസഫിക്കിന്റെ ഇടയിലാണ് വരുന്നത്. ഇക്വറ്റോറിയൽ ബെൽറ്റിൽ വരുന്നുണ്ട്. പാർട്ട് ഓഫ് റിംഗ് ഓഫ് ഫയർ ആണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഈ സ്ട്രൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രൈറ്റ് ആണ് ദ സ്ട്രൈറ്റ് ഓഫ് മലാക്ക ബിറ്റ്വീൻ മലേഷ്യ ആൻഡ് ഇന്തോനേഷ്യ. ഇത് പഠിച്ചു വെച്ചോണം, ജോഗ്രഫിക്കലി ഇമ്പോർട്ടന്റ് ആണ്. ദെൻ വി ആർ ഹാവിംഗ് സുണ്ട സ്ട്രൈറ്റ് ഇൻ ദ സുണ്ട ഐലൻഡ്, ലംബോക്ക് സ്ട്രൈറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എവറിഥിങ് ഇസ് എ ചോക്ക് പോയിന്റ് ഫോർ ഇന്ത്യസ് മാരിടൈം ട്രേഡ് ആൻഡ് SLOC. ഓക്കെ, നമ്മൾ ആ ഭാഗത്തുള്ള ട്രേഡിനെ വിളിക്കുന്ന ഒരു ജനറൽ പേരാണ് എന്ന രീതിയിൽ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇന്തോനേഷ്യ ഇൻ ഗ്രൂപ്പിംഗ്സ് വാട്ട് വി ക്യാൻ സി ഇസ് ഫൗണ്ട് മെമ്പർ ഓഫ് ASEAN, G20, OIC, ബ്രേക്സ്, ഇതിലൊക്കെ ഉണ്ട്. ഈവൻ D8 മെമ്പർ എന്ന് പറയുന്ന കോൺസെപ്റ്റിലുണ്ട്. ഇത് ഇങ്ങനത്തെ ടേംസും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് മറ്റൊരു സെഷനിൽ പഠിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. ഇല്ലെങ്കിൽ നമ്മൾ തീരത്തില്ല. അത്രക്കും നമുക്ക് ഓരോ ടേമിൽ നിന്നും ഓരോന്നും പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുമ്പോൾ ഒരുപാട് വരുന്നത് നിങ്ങൾക്കറിയാം. Now, with the bilateral trade relationship, India is going to have one of the top trade relationship with Indonesia. അപ്പൊ അതിൽ 2022-23 എടുത്ത് നോക്കുന്ന സമയത്ത് തന്നെ $29 ബില്യൺ കച്ചവടം ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ നടക്കുന്നുണ്ട് വിത്ത് റെസ്പെക്ട് ടു കോൾ, പാം ഓയിൽ, ഗോൾഡ്, ഫെർട്ടിലൈസർ, ഡോമിനേറ്റ്. അപ്പൊ ഈ കോള്, പാം ഓയിൽ, ഗോൾഡ് എന്നൊക്കെ പറയുന്നതുമായി ബന്ധപ്പെട്ടാണ് ട്രേഡ് നടക്കുന്നത്. ഓക്കെ, ആൻഡ് ഡിഫൻസ് കോർപ്പറേഷനിൽ വി ആർ ഹാവിംഗ് കോർപാറ്റ്. ഈ ടേം പഠിച്ചു വെച്ചോണം. ദാറ്റ് ഈസ് കോർഡിനേറ്റഡ് പെട്രോൾ. അതായത് ഈ രണ്ട് രാജ്യങ്ങൾ ഒരുമിച്ച് ഇരുന്നിട്ട് ബൗണ്ടറി റീജിയനിൽ, മാരിടൈം ബൗണ്ടറി റീജിയനിൽ ഡിഫൻസ് കോർപ്പറേഷൻ ഭാഗത്ത് പെട്രോളിംഗ് നടത്താറുണ്ട്. ഡിഫൻസ് കോർപ്പറേഷൻ അഗ്രിമെന്റ് ഉണ്ട്. ദെൻ ഗരുഡ ശക്തി എന്ന് പറയുന്ന ബയലാറ്ററൽ ആർമി എക്സൈസ് ഉണ്ട്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. സാധാരണ നമ്മൾ പ്രിലിംസിന്റെ ഭാഗമായിട്ട് ഡിഫറെന്റ് രാജ്യങ്ങളുമായിട്ടുള്ള ബയലാറ്ററൽ റിലേഷൻഷിപ്പിന്റെ ബയലാറ്ററൽ ഡിഫൻസ് എക്സൈസുകൾ നമ്മൾ നോട്ട് ചെയ്യാറുണ്ട്. അതില് ആർമിയുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഗരുഡ ശക്തി. എന്നാൽ നേവിയുമായി ബന്ധപ്പെട്ടുള്ളതാണ് സമുദ്രശക്തി. അപ്പൊ ഗരുഡനും സമുദ്രയും ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ ടേംസ് പഠിച്ചു വെക്കുന്നതും ഒരുപക്ഷെ നന്നാകും. നൗ കമ്മിങ് ടു കൾച്ചർ ലിങ്ക്സ്, വി ആർ ഹാവിംഗ് ഇന്തോനേഷ്യ നാഷണൽ എപ്പിക് രാമായണ. ഓക്കെ, ഇന്തോനേഷ്യയിൽ നമുക്ക് ഈ പണ്ട് കാലഘട്ടത്തിലെല്ലാം സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലോട്ട് ബുദ്ധിസം, ജൈനിസം, ഹിന്ദുയിസം ഒക്കെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ഇൻ ദ പോസ്റ്റ് മൗര്യൻ ആസ് വെൽ ആസ് ഗുപ്ത ആൻഡ് പോസ്റ്റ് ഗുപ്ത പീരിയഡ്. ഓക്കെ, അപ്പൊ ആ സമയത്ത് വാട്ട് വി ക്യാൻ സി, ഇങ്ങനെ ഒരു രാമായണ എപ്പിക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ദെൻ വി ആർ ഹാവിംഗ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ടുള്ള ബൊറോബുദർ ബുദ്ധിസ്റ്റ് ടെമ്പിൾ ഉണ്ട്. കണ്ടോ, ഈ ടേംസ് ഒക്കെയാണ് ചിലപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ആവശ്യം വരിക. ഇത് എവിടെ നിങ്ങൾക്ക് ആവശ്യം വരും എന്നുള്ളത് കൂടെ ഞാൻ പറഞ്ഞുതരാം, വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. ഒന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലോട്ട് എങ്ങനെയാണ് ഇന്ത്യൻ കൾച്ചറൽ ട്രഡീഷൻ സ്പ്രെഡ് ഔട്ട് ആവുന്നുള്ള ഒരു തീമാറ്റിക് സ്റ്റഡി നിങ്ങൾക്ക് GS-ന്റെ മെയിൻസിലും ഹിസ്റ്ററി ഓപ്ഷണലിന്റെ മെയിൻസിലും പഠിക്കാനുണ്ട്.
അപ്പൊ അതിൽ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുന്നതാണ് ബൊറോബുദൂർ ബുദ്ധിസ്റ്റ് ടെമ്പിൾ പോലെ ടെമ്പിൾസ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, പിന്നെ ഹിന്ദു ബുദ്ധിസ്റ്റ് മജാപഹിത് എംപയർ എന്ന് പറയുന്ന ഒരു എംപയർ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ബഹസ ഇന്തോനേഷ്യ യൂസസ് ദ സാൻസ്ക്രിറ്റ് ഡെറൈവ്ഡ് വൊക്കാബുലറി. അപ്പൊ നമുക്ക് ഇതെല്ലാം കൾച്ചർ ലിങ്കുകളാണ്. കൾച്ചർ ലിങ്കുകൾ നിങ്ങൾക്ക് ആവശ്യം വരും, എസ്പെഷ്യലി ഫോർ മെയിൻസ്, എത്രമാത്രം കൾച്ചറൽ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളത്. പിന്നെ ഇന്ത്യയുടെ റിലേഷൻഷിപ്പ് എടുത്ത് നോക്കുന്ന സമയത്ത് വി ആർ ഹാവിംഗ് ആക്ട് ഈസ്റ്റ് പോളിസി. നമുക്ക് ലുക്ക് ഈസ്റ്റ് പോളിസി ഉണ്ടായിരുന്നു. ഈസ്റ്റിലോട്ട് നോക്കുക, ഈസ്റ്റിനെ പരിഗണിക്കുക, പക്ഷേ ഈസ്റ്റുമായിട്ട് റിലേഷൻഷിപ്പ് കൊണ്ടുവരുന്നതിനാണ് ആക്ട് ഈസ്റ്റ് പോളിസി എന്നുള്ളത്. പിന്നെ സാഗർ ഉണ്ട്. സാഗർ എന്ന സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ഓൾ ഇൻ ദ റീജിയൻ. അപ്പൊ സാഗർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. പിന്നെ ഇൻഡോ പസഫിക് വിഷൻ ഉണ്ട്. ഇന്തോനേഷ്യൻ പസഫിക് ഓഷ്യൻ തമ്മിലുള്ള രാജ്യങ്ങൾക്കിടയിൽ. പിന്നെ ആസിയൻ സെൻട്രാലിറ്റി ഉണ്ട്. ഇങ്ങനെ പല മേഖലകളിൽ ഇവർ ഒരുമിച്ചാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ ഗ്രൂപ്പിംഗ്സ് ഇത് നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു ഇൻഡെപ്ത് ഐഡിയ കിട്ടും. ഓക്കെ, പിന്നെ ജോയിന്റ് കമ്മീഷൻ 8th എഡിഷന്റെ ന്യൂസ് നമ്മളിപ്പോൾ കാണുകയും ചെയ്തു. ഓക്കെ, സോ ദിസ് മീറ്റിംഗ് ഇസ് സംതിങ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ബേസിക്കലി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലോട്ട് പോകാം. എഗെയിൻ വീണ്ടും കുറച്ച് ഫാക്റ്റുകൾ പറയുന്നുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു പോകുമ്പോൾ മാത്രമേ നിങ്ങളുടെ തലയിൽ കയറത്തുള്ളൂ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യ ഇന്തോനേഷ്യൻ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള സ്ട്രാറ്റജി പാർട്ണർഷിപ്പ് നമുക്ക് 2018 മുതൽക്ക് തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 2018 മുതൽ നമ്മൾ ആക്ട് ഈസ്റ്റ് പോളിസിയുടെ ഭാഗമായിട്ട് ഇന്തോനേഷ്യയുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പാണ്. അതെന്ത് റിലേഷൻഷിപ്പാണ്? കോംപ്രഹെൻസീവ് ആയിട്ടുള്ള സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പാണ് വരുന്നത്. പിന്നെ ഇന്തോനേഷ്യയിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്തോനേഷ്യ ഇസ് ദ വേൾഡ്സ് ലാർജസ്റ്റ് മുസ്ലിം മെജോറിറ്റി ഡെമോക്രസി. ഓക്കെ, ലോകത്ത് ഏറ്റവും കൂടുതൽ പോപ്പുലസ് ആയിട്ടുള്ള 4ാമത്തെ രാജ്യവും അതേ സമയത്ത് ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന ഡെമോക്രാറ്റിക് രാജ്യവുമാണ് ഇന്തോനേഷ്യ. അവിടെ നമുക്ക് മുസ്ലിം പോപ്പുലേഷനുമായിട്ടുള്ള മുസ്ലിം ഡിപ്ലോമസി നമുക്ക് പറയേണ്ടി പറ്റും, ഹിന്ദു ഡിപ്ലോമസി പറയേണ്ടി പറ്റും, ബുദ്ധിസ്റ്റ് ഡിപ്ലോമസി പറയാൻ വേണ്ടി പറ്റും. അങ്ങനത്തെ റിലേഷൻഷിപ്പ് ഒക്കെ നമുക്ക് കൾച്ചറിൽ കൊണ്ടുവരാൻ പറ്റും. ആൻഡ് ദ സ്ട്രൈറ്റ് ഓഫ് മലാക്ക വിത്ത് നോ എക്സ്ക്യൂസ് പഠിച്ചോണം. 80% ഓഫ് ഇന്ത്യസ് ഓയിൽ ഇമ്പോർട്ട്സ് ട്രാൻസിറ്റ് ത്രൂ ദി സ്റ്റോക്ക് പോയിന്റ്. ഈ കടലിടുക്കിലൂടെയാണ് ഇന്ത്യയുടെ ഓയിൽ ഇമ്പോർട്ട് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അവിടെ എങ്ങാനും സംഭവിച്ചു കഴിഞ്ഞാൽ സാധനങ്ങളുടെ വില കൂടുന്നത് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. സോ അതിന്റെ സെക്യൂരിറ്റി ഇന്ത്യയുടെ കൺസേൺ കൂടിയാണ്, ഇന്തോനേഷ്യയുടെ മാത്രമല്ല. അതുകൊണ്ടാണ് ആ പ്രദേശങ്ങളൊക്കെ ലോകരാജ്യങ്ങൾ വളരെ ക്രൂഷ്യലായിട്ട് കാണുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ബുദ്ധിസ്റ്റ് ടെമ്പിൾ ആയിട്ടുള്ള ബൊറോബുദൂർ, പിന്നെ പ്രംബനൻ. ഓക്കെ, ഇതെല്ലാം ഇന്തോനേഷ്യയിലാണ്. രണ്ടും യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളാണ്. പിന്നെ ഇന്തോനേഷ്യയുടെ ന്യൂ ക്യാപിറ്റൽ നമ്മൾ പറഞ്ഞു നുസന്തര എന്ന് പറഞ്ഞാൽ ബോർണിയോ ഐലൻഡിലാണ് വരുന്നത്, കാളിമന്തൻ പ്രൊവിൻസിൽ. ദെൻ കോർപ്പറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? പരസ്പരം കൊണ്ടുള്ള പെട്രോളിംഗ് ആണ് വരുന്നത്. 2002 മുതൽക്കുണ്ട്. ആൻഡ് ഇന്തോനേഷ്യ ഇസ് വേൾഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് പാം ഓയിൽ ആൻഡ് നിക്കൽ. ഈ പോയിന്റൂടെ നോട്ട് ചെയ്ത് വെച്ചു, കാരണം നിങ്ങൾക്ക് ഇത് എവിടെയെങ്കിലൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പോലും ഈ പോയിന്റ്സ് ഉപകരിക്കും. ആൻഡ് ഇന്ത്യ ഈസ് എ ഡയലോഗ് പാർട്ണർ ഓഫ് ആസിയാൻ സിൻസ് 1992 ആൻഡ് സമ്മിറ്റ് ലെവൽ പാർട്ണർ സിൻസ് 2002. ആസിയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഏറ്റവും പ്രധാനമായിട്ട്. അപ്പൊ അതിലേക്ക് ഇന്ത്യ ഡയലോഗ് മെമ്പറും പാർട്ട്ണർ മെമ്പറൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. ദെൻ പ്രഭവോ സുബിയാന്ത് നിങ്ങൾക്ക് അറിയാം പ്രസിഡന്റ് ആണെന്നുള്ളത്. അദ്ദേഹം 2024 പ്രസിഡന്റ് ആയി. അദ്ദേഹത്തെ 2025 നമ്മൾ എന്ത് ചെയ്തു? ചീഫ് ഗസ്റ്റ് ആയിട്ട് ഇന്ത്യയിലോട്ട് വിളിച്ചു. പിന്നെ അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് നടക്കുന്നത്. സോ വി കൻ എക്സ്പെക്ട് മോർ റിലേഷൻഷിപ്പ് വിത്ത് ഇന്തോനേഷ്യ. ദാറ്റ്സ് വൈ ഇസ് വെരി ഇമ്പോർട്ടന്റ് ഫോർ യുവർ മെയിൻസ് ആസ് വെൽ ആസ് ദ പോയിന്റ്സ് ആർ വെരി ഇമ്പോർട്ടന്റ് ഫോർ യുവർ പ്രിലിംസ്. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പറയാം, നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് വേൾഡ്സ് ലാർജസ്റ്റ് മുസ്ലിം മെജോറിറ്റി ഡെമോക്രസി ആണ്. ഈ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 80% ഓഫ് ഇന്ത്യസ് ഓയിൽ ഇമ്പോർട്ട് വരുന്നത് സ്ട്രൈറ്റ് ഓഫ് മലാക്കയിലൂടെയാണ്. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. എക്സാമ്പിൾസ് എഴുതാൻ വേണ്ടി ഇത് പഠിച്ചോണം. ബുദ്ധിസ്റ്റ് ആയിട്ടുള്ള ബൊറോബുദൂർ, പ്രംബനം, ഹിന്ദു ടെമ്പിൾസ് ആണ്. ഇതൊക്കെ നിങ്ങൾ ഒരു നോട്ട് എടുത്തിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഈ സ്റ്റാർ ഇട്ടിരിക്കുന്ന പോയിന്റ്സ് മാത്രം എഴുതി വെച്ചാൽ മതി എന്നേ. പിന്നെ ന്യൂ ക്യാപിറ്റൽ ആണ് നുസന്തര എന്നുള്ളത്. പിന്നെ പാമോയിലിന്റെയും നിക്കലിന്റെയും വേൾഡിലെ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ആണ് ഇന്തോനേഷ്യ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മിനിമം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ പോയിന്റുകൾ നിങ്ങൾക്ക് എവിടെയെങ്കിലൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ, ഇന്ത്യ നല്ലൊരു ഇമ്പോർട്ടർ ആണ് പാം ഓയിലിന്റെ. ആൻഡ് ഗവൺമെന്റ് ഹാസ് വൺ വെരി ഇമ്പോർട്ടന്റ് സ്കീം ഓൾസോ ഫോർ ദിസ് വൺ. അപ്പൊ ഇതൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. നിക്കൽ നമ്മൾ അതിന്റെ ആപ്ലിക്കേഷൻ എവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കത് ഇന്തോനേഷ്യയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ എത്രമാത്രം ഫ്ലറിഷ് ചെയ്യാൻ പറ്റും. വി ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ്. അങ്ങനെ ചിന്തിച്ച് റിലേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റുന്നുണ്ടോ, നമുക്ക് ഒരു ലേണിംഗ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ പ്രൊഡക്റ്റീവ് ആൻഡ് എഫക്റ്റീവ് ആയിട്ട് മാറും. ദിസ് ഈസ് ഹൗ വി ഹാവ് ടു ഗ്രോ ഇൻ UPSC കറണ്ട് അഫയേഴ്സ് പ്രോഗ്രാം. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട് അല്ലെങ്കിൽ മനസ്സിലാവുന്നുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്യാൻ മറക്കരുത്. രണ്ടാമത്, ഇത് വീഡിയോ അല്ലേ, ഒരു ലൈക്ക് അങ്ങ് കൊടുക്കുക. ഒരു ലൈക്ക് പ്ലസ് നിങ്ങളുടെ വിലപ്പെട്ട ഒരു കമന്റ് അങ്ങ് തന്നു നോക്കിക്കേ.
so that we can have a continuous program of the same. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ തീർച്ചയായിട്ടും ക്ഷണിക്കുന്നുണ്ട്. പ്ലീസ് ഗീവ് മീ സം വെരി ഇമ്പോർട്ടൻറ്റ് ഇൻസൈറ്റ് ഫ്രം യുവർ സൈഡ്. ഓക്കെ, നൗ മെയിൻസിലോട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ പോയിന്റുകൾ തന്നെ ഒന്നുകൂടെ കൺസോൾഡേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അപ്പൊ ഇന്ത്യ ഇന്തോനേഷ്യ ബയലാറ്ററൽ റിലേഷൻഷിപ്പിൽ ഒന്ന് ജിയോ പൊളിറ്റിക്കൽ മാരിടൈം സിഗ്നിഫിക്കൻസ്, അത് നമുക്ക് GS2 നമ്മുടെ IR വരുന്നത്. GS3 നമ്മുടെ എക്കണോമിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം പെട്ടെന്ന്. അപ്പൊ പറഞ്ഞു നോക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ലെറ്റ് മീ യൂസ് അനദർ കളർ. ഇന്തോനേഷ്യ that controls the Strait of Malacca, as we said. That is 80% of India's oil import. ഓക്കെ, ഈ പോയിന്റ് നിങ്ങൾ പഠിച്ചു. ഇനി ഇന്തോനേഷ്യാസ് ആർക്കിപെലാജിക് ജോഗ്രഫി എന്ന് പറയുന്നത് ഇന്ത്യൻ ഓഷ്യൻ ആസ് വെൽ ആസ് പസഫിക് ഓഷ്യന്റെ ജംഗ്ഷനിലാണ്, അതിന് കൂടിച്ചേരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഇൻഡോ സ്പെസിഫിക് സ്ട്രാറ്റജി ഉണ്ട്. ഇന്ത്യക്ക് ഈ ആക്ടിവിസ്റ്റ് പോളിസി മാത്രമല്ല, അപ്പുറത്തോട്ട് എന്തുണ്ട്, പസഫിക് ഓഷ്യൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇൻഡോ പസഫിക്, ഇന്ത്യൻ ഓഷ്യനും പസഫിക് റീജിയനുമായിട്ടുള്ള രാജ്യങ്ങളുമായിട്ടുള്ള നല്ലൊരു ട്രേഡ് റിലേഷൻഷിപ്പ്, എക്കണോമിക് ബന്ധം കൂട്ടിയുറപ്പിക്കാനുള്ള പദ്ധതിയുണ്ട്. അതിലും സിഗ്നിഫിക്കന്റ് പാർട്ണർ ആയിരിക്കും ആര്? ഇന്തോനേഷ്യ. പിന്നെ ഇന്ത്യയുടെ സാഗർ ഡോക്ട്രിൻ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാവർക്കും ബെനിഫിറ്റ് കിട്ടുന്ന ഒരു പ്രോഗ്രാം ഉണ്ടെന്നുള്ളത്. അതിൽ ഇന്തോനേഷ്യയെ ഒരു നാച്ചുറൽ മാരിടൈം പാർട്ണറായിട്ട് ഇന്ത്യ കാണുന്നുണ്ട് ഇൻ ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ. IOR എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഓഷ്യൻ റീജിയൻ ആണ്. ആൻഡ് ഇന്തോനേഷ്യന്റെ നേതൃത്വത്തിലുള്ളതാണ് ആസിയാൻ ലീഡർഷിപ്പ്. ഓക്കെ, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അത് ഇന്ത്യക്ക് ഉപകരിക്കും, ഇന്ത്യയുടെ ആക്ടിവിസ്റ്റ് പോളിസിയുമായിട്ട് ഉപകരിക്കും. രണ്ട് രാജ്യങ്ങളും ചൈനയുടെ അസർട്ടിവ്സിനെ പേടിക്കുന്നുണ്ട്. ഇതാണ് നിങ്ങൾ അടുത്ത് പഠിക്കേണ്ട വില്ലൻ റോൾ. ഇങ്ങനെ നല്ല രാജ്യങ്ങളുമായിട്ട് പോകുന്ന സമയത്താണ് ചൈനയുടെ ഡോമിനേഷനുമായിട്ട് വരുന്നത്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന പേരാണ് ചൈനീസ് അസർട്ടീവ്നെസ്. ഈ ടെർമിനോളജി ഒന്ന് പഠിച്ചു വെച്ചോണം. കാരണം UPSC മെയിൻസ് എഴുതുന്ന ആൾക്കാർ ഏകദേശം എല്ലാവരും ഈ വാക്ക് ഉപയോഗിക്കും. ചൈനയുടെ അസർട്ടീവ്നെസ് എന്ന് പറഞ്ഞിട്ട്, ചൈനയുടെ ഒരു ഡോമിനേഷൻ ഇൻ സൗത്ത് ചൈന സീ. സൗത്ത് ചൈന സീ കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു പ്രത്യേക ടോപ്പിക്കാണ്. ഈ സൗത്ത് ചൈന സീ എന്ന് പറയുന്നത് ചൈനയുടെ ഡോമിനേഷനിൽ കൊണ്ടുവരുന്നതാണ്. അതിൽ ഇന്തോനേഷ്യയുടെ നട്യൂണ ഐലൻഡ് ഈ ഒരു ഇഷ്യൂമായിട്ട് ഇടപെട്ട് കിടക്കുന്നുണ്ട്. അപ്പോ ഇന്തോനേഷ്യയും ചൈനയും തമ്മിൽ ചെറിയൊരു വിയോജിപ്പുണ്ട്. അത് ഇന്ത്യയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിന് നല്ലതാണ്. ഓക്കെ, ആൻഡ് ഇന്തോനേഷ്യ ഇസ് ദ കീ നോഡ് ഇൻ ദ ക്വാഡ്സ് എക്സ്റ്റെൻഡഡ് മാരിടൈം വിഷൻ ആൻഡ് IPEF, ഇൻഡോ പസഫിക് എക്കണോമിക് ഫ്രെയിംവർക്ക്. ഞാൻ പറഞ്ഞില്ലേ, അവിടെ നമുക്ക് ഒരുപാട് പദ്ധതികളുണ്ട്. അതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു മാപ്പ് സ്റ്റഡി ക്ലാസ് റൂമിന്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യുന്നതായിരിക്കും നന്നാവുക. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഈ കറണ്ട് അഫയേഴ്സിന്റെ ടോപ്പിക്ക് വളരെ നന്നായിട്ട് പഠിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിലെ ഒരു 5 to 8 എക്കണോമിക് ആയിട്ടുള്ള ഓർഗനൈസേഷനും റിലേഷൻഷിപ്പും കാണാൻ പറ്റും. അത് വൃത്തിക്ക് അങ്ങ് പഠിച്ചു നോക്കിക്കേ, അത് മതിയാകും നിങ്ങളുടെ പ്രിലിംസിനും മെയിൻസിനും ഒരു കോംപ്രഹെൻസീവ് അപ്രോച്ച് ഉണ്ടാക്കാൻ വേണ്ടി. അങ്ങനെ വേണം നിങ്ങൾ പഠിക്കാൻ. അല്ലാതെ നിങ്ങൾ ഇന്ന് ന്യൂസിൽ കോഡ് കിട്ടി, കോഡ് മാത്രം അങ്ങ് പഠിച്ചു പോയാൽ പോരാ. നമുക്ക് അതല്ലാത്ത ബാക്കി അതർ ഏതൊക്കെ ഉണ്ടെന്നുള്ളതിന്റെ ഒരു പിക്ചറും കിട്ടണം. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ. അപ്പൊ അടുത്തൊരു ഭാഗം ഒന്ന് ജിയോ പൊളിറ്റിക്കൽ മാരിടൈം പറഞ്ഞു. ഇനി എക്കണോമിക് ഡയമെൻഷൻസിൽ പറയുന്നത് അഗൈൻ GS3 തന്നെയാണ്. ഒന്ന് ബയലാറ്ററൽ ട്രേഡ്, വി ആർ ഹാവിംഗ് $20 billion ഡീൽ വിത്ത് ദിസ് ഇന്തോനേഷ്യ ആൻഡ് വി ആർ പ്ലാനിങ് ടു അപ്സ്കിൽ ടു 50 billion. പിന്നെ ഇന്തോനേഷ്യ റിച്ച് ഇൻ നിക്കൽ ആണ്, കൊബാൾട്ട് ആണ്, ബോക്സൈറ്റ് ആണ്. ഇതെല്ലാം മിനറൽസ് ആണ്. ഇതെല്ലാം ഇന്ത്യയുടെ ഇലക്ട്രിക്കൽ വെഹിക്കിളുമായി ബന്ധപ്പെട്ടിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഞാൻ നേരത്തെ ഇതിന്റെ ആപ്ലിക്കേഷൻ പഠിക്കാൻ പറഞ്ഞു, അതുകൊണ്ട് ഇവിടെ തിരിച്ചു വന്നു. ഓക്കെ, അതുപോലെ ബാറ്ററി സ്റ്റോറേജ് ആംബിഷൻ. അപ്പൊ ഇവരുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, ഡെഫിനറ്റ്ലി പറ്റും. വൈ ദിസ് ഇന്തോനേഷ്യ ഇസ് ഹൈ റിച്ച് ഇൻ നിക്കൽ, കൊബാൾട്ട് ആൻഡ് ബോക്സൈറ്റ്? വോൾക്കാനിക് രാജ്യമായതുകൊണ്ടാണ്. ഓക്കെ, ആൻഡ് ഇന്തോനേഷ്യ ഇസ് വേൾഡ്സ് ലാർജസ്റ്റ് പാം ഓയിൽ പ്രൊഡ്യൂസർ. ഇന്ത്യ വളരെ ഇമ്പോർട്ടന്റ് ബയർ ആണ്. ഓക്കെ, അത് ഇന്ത്യയുടെ ഫുഡ് സെക്യൂരിറ്റി, ട്രേഡ് ഡിപ്പെൻഡൻസി, ഇതിലൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കേസാണ്. പിന്നെ ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യയുടെ ടാറ്റ, അദാനി, ഫാർമ, ഇതൊക്കെ എന്തുണ്ട്, ഇന്തോനേഷ്യയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. പിന്നെ രണ്ട് രാജ്യങ്ങളും RCEP, റീജിയണൽ കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് എന്ന് പറയും, അതിലെ മെമ്പേഴ്സ് ആണ്. ഇന്തോനേഷ്യ സൈൻ, ഇന്ത്യ 2019 അതിൽ നിന്നും ഇറങ്ങിപ്പോരാൻ തീരുമാനിച്ചു. ഇത് നമുക്ക് പിന്നീട് ഡീറ്റെയിൽഡ് ഡിസ്കസ് ചെയ്യേണ്ട മറ്റൊരു ടോപ്പിക്കാണ്, ഫോർ അവർ മെയിൻസ്, നോട്ട് നൗ. ഓക്കെ, പിന്നെ ഡിജിറ്റൽ കോപ്പറേഷൻ ടെക്നോളജി ആണ്, ഫൈനാൻഷ്യൽ ടെക്നോളജി, UPI, GPN, ഇന്തോനേഷ്യയുടെ പേയ്മെന്റ് നെറ്റ്വർക്കാണ് GPN എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഇതിന്റെ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിലോട്ടുള്ള ഒരു കോമൺ അപ്രോച്ച് ആണെന്ന രീതിയിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടുന്ന് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 3 മുതൽ 4, 5 പോയിന്റ് മാത്രം ഒന്ന് എഴുതിയെടുക്കുക. എല്ലാം എഴുതിയിട്ട് പഠിക്കുന്നത് ശരിയല്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ട്രേഡുമായി ബന്ധപ്പെട്ടിട്ട് വി ആർ ഹാവിംഗ് $29 billion എക്കണോമി. പിന്നെ ഈ മിനറൽസ് മാർക്കറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിക്കൽ, കൊബാൾട്ട്, ബോക്സൈറ്റ്. ഇതിന്റെ യൂസ് നമുക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത്. പിന്നെ പാം ഓയിലും ഇതും മിസ്സാക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇന്ത്യ 2019 RCEP നിന്ന് പുറത്ത് പോയിട്ടുണ്ട്, അതെന്താണെന്ന് നമുക്ക് പിന്നീട് പഠിക്കാം. ഇന്ത്യയുടേത് UPA ആണെന്നുണ്ടെങ്കിൽ
എവരുടേത് GPN ആണ്. ഇത്രയും കാര്യങ്ങൾ ബേസിക്കലി ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇതാണ് ഇക്കണോമിക് ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് വി ആർ ഹാവിംഗ് ഡിഫറൻസ് ആൻഡ് സെക്യൂരിറ്റി കോപ്പറേഷൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ ഒരു ബയലാറ്ററൽ റിലേഷൻഷിപ്പിൽ. അപ്പൊ അതിൽ ബയലാറ്ററൽ എക്സൈസ് നമ്മൾ പറഞ്ഞു, ആർമിയുടേതാണ് ഗരുഡ ശക്തി, നേവിയുടേതാണ് സമുദ്രശക്തി. ഓക്കെ, പിന്നെ എയർ പെട്രോളിങ്ങും വരുന്നുണ്ട്. പിന്നെ ഇന്ത്യ എക്സ്പോർട്സ് ബ്രഹ്മോസ് മിസൈൽസ് ആൻഡ് ഇന്തോനേഷ്യ ഇസ് എ പൊട്ടൻഷ്യൽ ബയർ. വാങ്ങിക്കാൻ ചാൻസ് ഉണ്ട്, ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഇന്ത്യ ബ്രഹ്മോസ് ഉണ്ടാക്കി മാത്രമല്ല, ഒരു ഡിഫൻസ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വെപ്പൺസ് എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യം കൂടിയായിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. മാരിടൈം ഡൊമൈൻ അവയർനെസ്, MDA കോർപ്പറേഷൻ, മാരിടൈം ഡൊമൈൻ അവയർനെസ്, ദാറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ആന്റി പൈറസി, ആന്റി സ്മഗ്ലിംഗ് ആൻഡ് HATR. ഇങ്ങനത്തെ ടേംസും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാൻ നിങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടേണ്ടതില്ല. പിന്നെ വൈഡ് ഷിപ്പിംഗ് അഗ്രിമെന്റ് ഉണ്ട്, ഇത് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. ഓക്കെ, വൈഡ് ഷിപ്പിംഗ് അഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഷിപ്പുകളുമായി ബന്ധപ്പെട്ടുള്ള റിയൽ ടൈം എക്സ്ചേഞ്ച് ഓഫ് ഷിപ്പ് ഇൻഫർമേഷൻ. കച്ചവടത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഷിപ്പുകളുടെ റിയൽ ടൈം എക്സ്ചേഞ്ച്. ഇപ്പൊ നമുക്കറിയാലോ, നമ്മുടെ ഒരു ട്രെയിൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രെയിന് എവിടെ എത്തിയിട്ടുണ്ട്, ദാറ്റ് ഈസ് റിയൽ ടൈം. എന്ന പോലെ റിയൽ ടൈം ആയിട്ട് കപ്പലുകൾ എവിടെ എത്തുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ അറിയാനുള്ള അഗ്രിമെന്റ് ആണ് വൈഡ് ഷിപ്പിംഗ് അഗ്രിമെന്റ്. ദിസ് ഈസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ പ്രിലിംസ് ആസ് വെൽ. Okay, and Indonesia's strategic location makes it crucial for India's counter-China maritime balancing. Okay, മാരിടൈം ബാലൻസിങ്ങിന് വരെ നമുക്ക് ഇന്തോനേഷ്യയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. Then we are having multilateral cooperation in different dimensions. That is as part of a year we are learning. രണ്ടാളും G20 മെമ്പേഴ്സ് ആണ്. ഓക്കെ, 2023 ഇന്ത്യ അത് ഹോസ്റ്റ് ചെയ്തു. 2022 ഇന്തോനേഷ്യ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കോർഡിനേഷൻ ഇൻ UN ഓൺ UNSC റിഫോംസ്, ഇതൊക്കെ മറ്റു ടോപ്പിക്സ് ആട്ടോ. യുണൈറ്റഡ് നാഷൻ സെക്യൂരിറ്റി കൗൺസിലിന് റിഫോം വേണമെന്ന് പറയുന്നുണ്ട്. അതിൽ ഇന്ത്യ പറയുന്ന അഭിപ്രായങ്ങളോട് ഇന്തോനേഷ്യ എന്ത് ചെയ്യുന്നുണ്ട്, കൂടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇന്ത്യയുടെ ഒരു UNSC പെർമനന്റ് മെമ്പർഷിപ്പിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഇന്ത്യക്ക് UNSC പെർമനന്റ് മെമ്പർഷിപ്പ് കിട്ടണം. അത്രയും വിശാലവും വളരെ വലുതുമായിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ. അപ്പൊ അതിന് ഇന്തോനേഷ്യ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ രണ്ടുപേരും IORയിലെ മെമ്പേഴ്സ് ആണ്, ദാറ്റ് ഈസ് ഇന്തോനേഷ്യൻ റിം അസോസിയേഷൻ. ഇത് മറ്റൊരു ടെർമിനോളജിയാണ്. ഓക്കെ, ദെൻ ഇന്തോനേഷ്യ ASEAN ചെയർമാൻഷിപ്പ്, ASEAന്റെ ചെയർമാന് ഇന്തോനേഷ്യ ആണ്. ആൻഡ് ഇന്ത്യസ് ഗ്രോയിങ് എൻഗേജ്മെന്റ് വിത്ത് ASEAN, അത് നല്ലതാണ്. ഓക്കെ, ദെൻ ബോത്ത് സപ്പോർട്ട് ഗ്ലോബൽ സൗത്ത് പ്രയോറിറ്റീസ്. ഗ്ലോബൽ സൗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബലി ഡെവലപ്പിംഗ് നേഷൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഏഷ്യൻ കൺട്രീസ് ആണ് കൂടുതൽ വരിക, ഏഷ്യൻ കൺട്രീസ് ആൻഡ് സം ആഫ്രിക്കൻ കൺട്രീസ്. ഗ്ലോബൽ സൗത്ത് പ്രയോറിറ്റീസ് പറഞ്ഞാൽ ലൈക്ക് ക്ലൈമറ്റിന്റെ ഇഷ്യൂസ് ഉണ്ട്, ഫുഡ് സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ട്, ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളാണ്. സോ ദാറ്റ്സ് വൈ ആസ് ഐ മെൻഷൻഡ് ഇൻ ദ വെരി ബിഗിനിങ് ഇറ്റ് സെൽഫ്, ഇതൊരു 360 പാർട്ണർഷിപ്പ് ആണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. പക്ഷെ അറ്റ് ദി സെയിം ടൈം ദർ ആർ സെർട്ടൻ വെരി ഇമ്പോർട്ടൻറ്റ് ചാലഞ്ചസ് ടു അഡ്രസ്. ലൈക്ക് ഒന്ന് ട്രേഡ് ഇംബാലൻസ് ഉണ്ട്. ഇന്ത്യസ് പാം ഓയിൽ ഡിപ്പെൻഡൻസ് ഓൺ ഇന്തോനേഷ്യ ക്രിയേറ്റ് വൾണറബിലിറ്റി. ഇന്തോനേഷ്യക്ക് അങ്ങാനും കൂറുമാറി കഴിഞ്ഞാൽ പാം ഓയിൽ പെട്ടില്ലേ? അപ്പൊ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു രാജ്യത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ശരിയല്ല. വി ഷുഡ് ഗോ ഫോർ സം കൈൻഡ് ഓഫ് ഓൾട്ടർനേറ്റീവ്സ്. രണ്ടാമത്തത് ഇന്ത്യസ് എക്സിറ്റ് ഫ്രം RCEP, റീജിയണൽ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള എക്കണോമിക് പാർട്ണർഷിപ്പ്. ഇന്ത്യയിൽ അതിന് എക്സിറ്റ് ചെയ്തു. അതെന്തുണ്ട്, ASEAN രാജ്യങ്ങളുമായിട്ടുള്ള ഒരു എക്കണോമിക് ഇന്റഗ്രേഷൻ വീക്കൻ ചെയ്യുന്നതും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ചെറിയൊരു വിയോജിപ്പുണ്ട്. ദെൻ ചൈനീസ് ഇൻഫ്ലുവൻസ്. ഇന്തോനേഷ്യ റെസീവ് മാസീവ് BRI ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, BRI ഇൻവെസ്റ്റ്മെന്റ് നന്നായിട്ട് ഇവർക്ക് കിട്ടുന്നുണ്ട്. ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് എന്നാ പറയാ. ദിസ് ഈസ് ബൈ ചൈന. അപ്പൊ ചൈന ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ട്, ഒരേ സമയത്ത് അവിടെ പ്രോത്സാഹിപ്പിക്കുന്ന, ഇപ്പുറത്ത് പോയിട്ട് അടി കൊടുക്കും. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോ എന്ത് സംഭവിക്കുന്നുണ്ട്, ജക്കാർത്തയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇവരുടെ നുസന്തര എന്ന് പറയുന്ന പുതിയ ക്യാപിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ കൂടെ നിൽക്കണോ ചൈനയുടെ കൂടെ നിൽക്കണോ എന്നുള്ള കൺഫ്യൂഷൻ അവർക്കുണ്ടാവും. അപ്പൊ അവർ ഇവിടെ രണ്ടുപേർക്കും ബാലൻസ് ചെയ്യാനാണ് ശ്രമിക്കുക. ഓക്കെ, ആൻഡ് ഇന്തോനേഷ്യസ് ഫോറിൻ പോളിസി ഓഫ് ബേബാസ് ദെൻ ആക്റ്റീവ്, ഫ്രീ ആൻഡ് ആക്റ്റീവ്. ബേബാസ് ദെൻ ആക്റ്റീവ് ആ ഒരു ടെർമിനോളജിയാണ്. ഇറ്റ് ഡസ് നോട്ട് വാണ്ട് ടു ടേക്ക് സൈഡ്സ് ബിറ്റ്വീൻ ഇന്ത്യ, US ഓൺ ചൈന. അങ്ങനെ ഒരു സൈഡ് എടുക്കേണ്ട ആവശ്യമില്ല. ഫ്രീ ആയിരിക്കണം, ആക്റ്റീവ് ആയിരിക്കണം, ബെനിഫിറ്റ് ഉണ്ടാവണം, ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഓർമ്മയുണ്ടോ പണ്ട് നോൺ അലൈൻമെന്റ് മൂവ്മെന്റിലൊക്കെ തുടക്കക്കാരായിട്ട് ഇന്ത്യയും ഇന്തോനേഷ്യയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഹിസ്റ്റോറിക്കൽ റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, ദെൻ ഡിഫൻസ് ഡീൽസ് മൂവ് സ്ലോലി. ബ്രഹ്മോസ് ഡീൽ നോട്ട് യെറ്റ് ഫൈനലൈസ്. വളരെ സ്ലോ ആയിട്ടാണ് ഇത് പോകുന്നത്, സ്പീഡപ്പ് ചെയ്യണം. ആൻഡ് കണക്ടിവിറ്റി ഡെഫിസിറ്റ്. ദർ ഇസ് നോ ഡയറക്ട് സബ്മറൈൻ കേബിൾ ഓർ സിഗ്നിഫിക്കന്റ് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ. നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള സബ്മറൈൻ കേബിളോ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ രണ്ട് രാജ്യങ്ങൾക്ക് തമ്മിലില്ല. അതുകൊണ്ട് തന്നെ അത് കണക്ടിവിറ്റിയെയും ബാധിക്കുന്നുണ്ട്. അപ്പോൾ ചലഞ്ചുകളൊന്ന് ഇംബാലൻസ് ആണ്. രണ്ട്,
ഇന്ത്യ RCEP നിന്ന് എക്സിറ്റ് ചെയ്തത്. 3 ചൈനയുടെ ഇൻഫ്ലുവൻസ്. 4 ഫോറിൻ പോളിസി ഓഫ് ഇന്തോനേഷ്യ. 5 വെരി ഡിലേഡ് ഡിഫൻസ് ലോസ്. 6 കണക്ടിവിറ്റി. ഈ 6 ചലഞ്ചസും നമ്മൾ പറഞ്ഞു. ഇനി ഇതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ നിങ്ങൾ എന്ത് പറയുന്നോ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ദ കറസ്പോണ്ടിങ് വേസ് ഫോർവേഡ്. അപ്പൊ നമ്മൾ ഇഷ്യൂസ് പഠിച്ചു അല്ലെ? കറന്റ് ഇഷ്യൂസ് എന്തൊക്കെയാന്ന് പഠിച്ചു. കോപ്പറേഷൻസ് എന്തൊക്കെയാന്നുള്ളത് സാധാരണ നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് ഈസ് വാട്ട് ആർ ദ വേസ് ഫോർവേഡ് എന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ വി ഷുഡ് നോ ദ ചലഞ്ചസ് ഓർ ഇഷ്യൂസ്. അപ്പൊ ഈ ചലഞ്ചസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിനെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള വേസ് ഫോർവേഡ് അങ്ങ് എഴുതിയാൽ മതി. ഈ 6 തിരിച്ചങ്ങ് എഴുതിക്കേ. ട്രേഡ് ഇംബാലൻസ് എന്ന് പറയാം. ഇന്ത്യസ് പാം ഓയിൽ ഡിപെൻഡൻസ് ഓൺ ഇന്തോനേഷ്യ ആണ്. അത്രയും കാര്യങ്ങൾ. സോ ഇന്ത്യ ഓൾസോ ഹാവ് ടു നെഗോഷിയേറ്റ് വിത്ത് സം അതർ കൺട്രീസ് ഒരു ബാലൻസിന് വേണ്ടി. ഇന്ത്യസ് എക്സിറ്റ് ഫ്രം RCEP. അതാണെങ്കിൽ പോലും ഇന്ത്യ ചെയ്യണം ആസിയൻ രാജ്യങ്ങളുമായിട്ടുള്ള ഫർദർ റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ മതി. ദെൻ ചൈനീസ് ഇൻഫ്ലുവൻസ്, BRI ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട് എന്നുള്ളത്. എന്നിരുന്നാൽ പോലും ഇന്ത്യ എന്ത് ചെയ്യണം? ഇന്ത്യ ഹാസ് ടു കണ്ടിന്യൂ ദ റിലേഷൻഷിപ്പ് വിത്ത് ഇന്തോനേഷ്യ ഇൻ അതർ കൈൻഡ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ലൈക്ക് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് നമുക്ക് പറയാം. ദെൻ ഇന്തോനേഷ്യസ് ഫോറിൻ പോളിസി ഇതാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഓൾസോ സപ്പോർട്ട് ദ സെയിം പോളിസി എന്ന രീതിയിൽ പറഞ്ഞാൽ മതി. ദെൻ ഡിഫൻസ് ഡീൽസ് മൂവ് സ്ലോലി. സ്പീഡപ്പ് ആക്കണം എന്ന് പറയാം. കണക്ടിവിറ്റി എൻഹാൻസ് ചെയ്യണം ഇൻ മൾട്ടിപ്പിൾ ഫീൽഡ് എന്ന രീതിയിൽ മെൻഷൻ ചെയ്യുക. സോ ഇത് ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കാനും പിച്ച് ചെയ്യാനും ശ്രമിക്കേണ്ടത്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇനി പ്രിലിംസിന് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. വിത്ത് റെഫറൻസ് ടു സ്ട്രൈറ്റ് ഓഫ് മലാക്ക കൺസിഡർ ദ ഫോളോയിങ്. ഇറ്റ് ലേസ് ബിറ്റ്വീൻ ദ മലായ് പെനിൻസുല ആൻഡ് ദ ഇന്തോനേഷ്യൻ ഐലൻഡ് ഓഫ് സുമാത്ര. മലായ് പെനിൻസുല ആൻഡ് ഇന്തോനേഷ്യൻ ഐലൻഡ് ഓഫ് സുമാത്ര എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇറ്റ് കണക്ട്സ് ഇന്തോനേഷ്യൻ വിത്ത് സൗത്ത് ചൈന സീ. India has no strategic interest in the freedom of navigation through the strait. Which of the following statements are correct? നിങ്ങൾ ഇതിന്റെ ആൻസർ ഒന്ന് കമന്റ് ചെയ്ത് നോക്കിക്കേ. നിങ്ങൾ ലോജിക്കലി ആലോചിച്ച് നോക്കുക. ബൈഹാർട്ട് ചെയ്യണ്ട. ലോജിക്കലി ആലോചിച്ച് നോക്കിയിട്ട് ഇതിന്റെ ഉത്തരത്തിലോട്ട് എന്ത് വരുന്നു എന്നുള്ളത് ഒന്ന് നോക്കുക. അപ്പോൾ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് മാപ്പ് ഒന്നുകൂടെ എടുത്ത് നോക്കുക എന്നുള്ളതാണ്. മാപ്പ് കിട്ടാൻ വേണ്ടി ഒന്നില്ലെങ്കിൽ വീഡിയോ പിന്നോട്ട് പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ കയറി നോക്കാം. അവിടെ ഇതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. സോ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നൗ കമ്മിങ് ടു മെയിൻസ് ക്വസ്റ്റ്യൻ. ഇവിടെ മുതൽക്ക് നമ്മൾ മെയിൻസിന്റെ ക്വസ്റ്റ്യൻസ് മസ്റ്റ് ആയിട്ട് നോക്കണം. കാരണം ദിസ് ഈസ് വൺ ഓഫ് ദി കോർ ടോപ്പിക് ഫോർ മെയിൻസ്. 15 മാർക്കിന്റെ ഒരു ചോദ്യം അല്ലെങ്കിൽ 10 മാർക്കിന്റെ ഒരു ചോദ്യമാണ് വരുന്നതെങ്കിൽ നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും ഒരു മോഡൽ എന്നുള്ളത്. ഇന്ത്യ ആൻഡ് ഇന്തോനേഷ്യ ആർ നാച്ചുറൽ പാർട്ട്നേഴ്സ് ഇൻ ദ ഇൻഡോ പസഫിക്. In light of the recently held 8th India-Indonesia Joint Commission meeting, critically examine the pillars and challenges of this strategic partnership. ഇന്നത്തെ ക്ലാസ് വളരെ വൃത്തിക്കാണ് നിങ്ങൾ കേട്ടതെങ്കിൽ എവറിത്തിങ് യു കൻ ആൻസർ ഫോർ 15 മാർക്ക്, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 pages. 10 marks, that is equal to 2 pages. 2 pagesന്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. Indonesia is the linchpin of India's Act East policy. Substantiate with examples from the recent India-Indonesia engagements. ഇങ്ങനെയും ചോദിച്ചേക്കാം. ഈ 2 ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇന്തോനേഷ്യയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി നിങ്ങൾക്ക് വരും. സോ ജസ്റ്റ് ട്രൈ യുവർ സെൽഫ് ഗൈസ്. ഇത് നമുക്ക് എഴുതണം, പ്രാക്ടീസ് ചെയ്യണം. സോ മറക്കണ്ട, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ ജോയിനിങ്. മറ്റൊരു സെഷനിൽ കാണാം. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.